കവിയൂർ പൊന്നമ്മയുടെ അവസാന ദിനങ്ങളെക്കുറിച്ച് ഓർത്തു പറയുകയാണ് ഇപ്പോൾ പ്രിയപ്പെട്ട സഹോദരൻ. എൻ്റെ സഹോദരിയുടെ അവസാന ദിനങ്ങളിൽ അവൾ ഏറ്റവും കൂടുതൽ പറഞ്ഞത് സിനിമയെക്കുറിച്ച് തന്നെയായിരുന്നു, സിനിമയിലെ ആൾക്കാരെക്കുറിച്ച് തന്നെയായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിലും ഏകമകൾ ബിന്ദുവിനെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവളോട് എന്നെ വന്നൊന്ന് കാണാൻ പറയൂ, എനിക്ക് കാണണം, എനിക്ക് അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കവിയൂർ പൊന്നമ്മ. എന്നാൽ ഇത് അമേരിക്കയിലുള്ള മകളെ വിളിച്ചു പറഞ്ഞിരുന്നുവെങ്കിലും മകൾ എത്തിയപ്പോൾ ഏറെ വൈകിയിരുന്നു. മരണത്തിന് മുമ്പാണ് മകൾ നാട്ടിലെത്തി അമ്മയെ കണ്ടതെങ്കിലും അപ്പോഴേക്കും കവിയൂർ പൊന്നമ്മ ആശുപത്രിയിലായിട്ടുണ്ടായിരുന്നു. ആശുപത്രിയിൽ അബോധാവസ്ഥയിലായിരുന്നപ്പോഴാണ് മകൾ ബിന്ദു വന്ന് കണ്ടത്. എന്നാൽ ഉടനടി തന്നെ തിരിച്ചു പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് അധിക ദിവസം നിൽക്കാനും ആയില്ല. എന്നാൽ ബിന്ദു പറഞ്ഞത് കവിയൂർ പൊന്നമ്മ അറിഞ്ഞുമില്ല. ഏക മകളോട് മരിക്കുന്നതിന് മുൻപ് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നിരിക്കും. ചിലപ്പോൾ ഒരു കരച്ചിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു യാത്ര പറച്ചിലായിരിക്കാം. എന്തായിരിക്കാം കവിയൂർ പൊന്നമ്മയ്ക്ക് അവസാനമായി മകളോട് പറയേണ്ടിയിരുന്നത് എന്നറിയാതെ പോവുകയാണ് ആ മകളും. അമ്മയെ കാണാനായിട്ടാണ് ഓടിപ്പടച്ച് അമേരിക്കയിൽ നിന്ന് എത്തിയത്. ലീവ് കിട്ടാഞ്ഞിട്ടും ലീവ് അത്യാവശ്യമായി ചോദിച്ചു വരികയായിരുന്നു. എന്നാൽ അതിനുശേഷം മകൾ എത്തിയപ്പോഴേക്കും കവിയൂർ പൊന്നമ്മ ആശുപത്രിയിൽ അഡ്മിറ്റായി. അതുകൊണ്ട് തന്നെ അമ്മയെ എങ്ങനെ കാണാൻ സാധിക്കാതെയാണ് പോയത്. കണ്ടിരുന്നുവെങ്കിലും കവിയൂർ പൊന്നമ്മയ്ക്ക് സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ കവിയൂർ പൊന്നമ്മയ്ക്ക് അപ്പോഴേക്കും ഓർമ്മകളൊക്കെ നഷ്ടപ്പെട്ടിരുന്നു. അമ്മയുടെ അവസാനത്തെ സ്റ്റേജാണെന്ന് ഡോക്ടർ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ തൻ്റെ അമ്മ തിരികെ വരുമെന്നും ഇതിനു മുൻപും പല സമയത്തും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് ബിന്ദു ഉൾപ്പെടെ എല്ലാവരും വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസത്തിൻ്റെ പുറത്ത് തന്നെയാണ് കവിയൂർ പൊന്നമ്മ ആശുപത്രിയിൽ കഴിഞ്ഞപ്പോൾ എല്ലാവരും വലിയൊരു തിരിച്ചുവരവിന് പ്രതീക്ഷിച്ചത്. എന്നാൽ രണ്ടാം ദിവസവും മൂന്നാം ദിവസവും ഒന്നും മരുന്നുകളോട് പ്രതികരിക്കാതെ വന്നപ്പോൾ എല്ലാവർക്കും ഭയമായി മാറി. ആ ഭയം തന്നെയാണ് പിന്നീട് കവിയൂർ പൊന്നമ്മയുടെ മരണവാർത്തയിലേക്ക് എത്തിയത്. എല്ലാവരും കവിയൂർ പൊന്നമ്മ തിരികെ വരുമെന്നുള്ള വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാവരെയും തേടി ആ ദുഃഖവാർത്ത അവസാനം എത്തുകയായിരുന്നു. ആദ്യം എല്ലാവരും അത് വിശ്വസിച്ചില്ല. പിന്നീട് എല്ലാവർക്കും കാര്യം ബോധ്യമായി. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ കവിയൂർ പൊന്നമ്മയുടെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം ഈ വാർത്തകൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. അതിനുശേഷം എല്ലാവരും കവിയൂർ പൊന്നമ്മയ്ക്ക് ആദരാഞ്ജലിയുമായി എത്തിയിട്ടുണ്ടായിരുന്നു. മകൾ ബിന്ദു അവസാനമായി വന്നൊന്ന് കണ്ടിരുന്നു. എന്നാൽ കവിയൂർ പൊന്നമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റുന്ന സമയത്ത് ബിന്ദുവിന് എത്താൻ സാധിച്ചില്ല. അത് വളരെയധികം വിഷമമായി മാറിയിട്ടുണ്ടാകാം. ആ അമ്മ ഇതെല്ലാം കാണുന്നുണ്ടാകാം. തൻ്റെ മകളോട് അവസാനം സംസാരിക്കാതെ പോകേണ്ടി വന്നത് വലിയ ദുഃഖമായി മാറിയിട്ടുണ്ടാകാം ഒരു പക്ഷേ കവിയൂർ പൊന്നമ്മയ്ക്ക്. മരിക്കുന്ന സമയത്തും ഓർമ്മയില്ലാത്ത സമയത്തും അബോധാവസ്ഥയിലുമെല്ലാം ഒരുപക്ഷെ കവിയൂർ പൊന്നമ്മയുടെ മനസ്സിൽ ആ വാക്കുകളും പറയാനുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നിരിക്കാം. ബിന്ദു വന്ന സമയത്ത് പോലും കവിയൂർ പൊന്നമ്മയ്ക്ക് അത് പറയാൻ സാധിച്ചില്ലെങ്കിലും അത് മനസ്സിൻ്റെ എവിടെയോ ഉൾനാളങ്ങളിൽ ഉണ്ടായിരുന്നിരിക്കാം. അറിയില്ല. എന്തു തന്നെ ആയാലും കവിയൂർ പൊന്നമ്മയ്ക്ക് ബിന്ദുവിനെ അവസാനമായി കാണണമെന്നും എന്തൊക്കെയോ പറയാനും സംസാരിക്കാനും ഉണ്ടായിരുന്നുവെന്ന് തീർച്ചയാണ്. അതെല്ലാം തന്നെ തന്റെ പ്രിയപ്പെട്ട സഹോദരനോടും സഹോദരന്റെ കുടുംബത്തിനോടും പറഞ്ഞിട്ടാണ് കവിയൂർ പൊന്നമ്മ മടങ്ങിയത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.